കഥയാരംഭിക്കുന്നത് ബാഡ എന്നു പേരുള്ള ഒരു ഗ്യാങ്സ്റ്ററെ കാണിച്ചുകൊണ്ടാണ്. ബാഡ എന്ന തന്റെ കൂട്ടുകാരൻ ബാൻസേയുമായി തന്റെ ഗ്യാങ്സ്റ്റർ സംഘത്തിനടുത്തേക്ക് എത്തുകയായിരുന്നു. ബാൻസേയെ ഗ്യാങ്സ്റ്റർ സംഘത്തിലേക്ക് ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് അവന്റെ വരവ്. അവരിരുവരും ഗ്യാങ് ലീഡറിന്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്നു. എത്തിയപാടെ ഇരുവരും ഗ്യാങ് ലീഡറെ വണങ്ങി. യൂൻജിൻ എന്ന പേരുള്ള ഒരു സ്ത്രീയായിരുന്നു ഗ്യാങ് ലീഡർ. എല്ലാ ഗ്യാങ് മെമ്പേഴ്സും ഭയക്കുന്ന ഒരു സ്ത്രീയാണവർ. മൊത്തത്തിലൊരു ടോംബോയ് സ്വഭാവമാണ് അവർക്കുള്ളത്. യൂൻജിൻ ബാൻസേയെ തങ്ങളുടെ ടീമിലേക്ക് ചേർത്തു. ചെറുപ്പത്തിൽ യൂൻജിൻ ഒരു അനാഥാലയത്തിലായിരുന്നു. അന്നു മുതലേ ഗ്യാങ് മെമ്പേഴ്സുമായി അടുത്തിടപഴകി വലിയ തോതിൽ ഫൈറ്റ് ചെയ്യാനൊക്കെ അവൾ പഠിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു ആ ഒരു ചെറിയ പ്രായത്തിലെ ആ ഒരു പൊസിഷനിലേക്ക് അവൾ എത്തിച്ചേർന്നതും. ബാൻസേയെ മെമ്പറായി സ്വീകരിച്ച് യൂൻജിൻ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്കൊരു ഫോൺ കോൾ വരുന്നത്. യൂൻജിന്റെ അസിസ്റ്റന്റും വലങ്കയുമായ മജിൻക കോൾ അറ്റൻഡ് ചെയ്തു. യൂൻജിൻ കുറെ കൊല്ലങ്ങളായി ഒരാളെ തിരയുന്നുണ്ടായിരുന്നു. അയാളെ കണ്ടുകിട്ടി എന്ന് മജിൻക യൂൻജിനെ അറിയിച്ചു. അധികം വൈകിയില്ല. യൂൻജിൻ തന്റെ സബോർഡിനേറ്റ്സിനെയും കൂട്ടി വിവരം ലഭിച്ച ഇടത്തേക്ക് പുറപ്പെടുകയാണ്. ആ യാത്രയിലാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. യൂൻജിൻ തിരഞ്ഞുകൊണ്ടിരുന്നത് തന്റെ മൂത്ത സഹോദരി യൂജിനെയായിരുന്നു. അനാഥാലയത്തിലായിരുന്ന സമയത്ത് ഇരുവരും പരസ്പരം വേർപിരിഞ്ഞതായിരുന്നു. യൂജിനെ ഒരു ഫാമിലി ദത്തെടുത്തു. അതിൽ പിന്നെ യൂജിനെ യൂൻജിൻ കണ്ടിട്ടേയില്ല. തന്റെ സഹോദരിയെ തിരഞ്ഞ് യൂൻജിൻ എത്തിച്ചേർന്നത് ഒരു ആശുപത്രിയിലേക്കാണ്. അവിടെ രോഗിയായി യൂജിൻ ഉണ്ടായിരുന്നു. യൂൻജിന്റെ മൂത്ത ചേച്ചിക്ക് ടെർമിനൽ ക്യാൻസർ ആണ്. അധികനാൾ അവർ ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടേഴ്സ് വരെ വിധിയെഴുതിയിരുന്നു. ഏറെ ഇമോഷണലായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്. വർഷങ്ങൾക്ക് ശേഷം ചേച്ചിയെ കണ്ടുകിട്ടുമ്പോൾ അത്തരമൊരവസ്ഥ യൂൻജിൻ പ്രതീക്ഷിച്ചിരുന്നുമില്ല. തന്റെ സഹോദരി ഒരു ഗ്യാങ്സ്റ്ററാണ് എന്ന കാര്യമൊന്നും യൂജിന് അറിയില്ലായിരുന്നു. ഇത്ര നാളായിട്ടും യൂൻജിൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എന്നറിഞ്ഞ യൂജിൻ തന്റെ അവസാന ആഗ്രഹമെന്ന രീതിയിൽ താൻ മരിക്കുന്നതിനു മുമ്പ് അവൾ വിവാഹം ചെയ്തു കാണണം എന്ന് അവളോടായി പറയുകയാണ്. വിവാഹം എന്ന കാര്യം യൂൻജിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റുന്നതായിരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും തന്റെ സഹോദരിയുടെ അവസാനത്തെ ആഗ്രഹമാണല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെയും അത് അവളെ സന്തോഷിപ്പിക്കാൻ നടത്തി കാണിക്കണം എന്ന് യൂൻജിൻ തീരുമാനിക്കുകയാണ്. അന്ന് ആശുപത്രിയിൽ നിന്ന് യൂൻജിൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങിയെത്തി. തന്റെ സബോർഡിനേറ്റ്സിൽ പ്രധാനികളെ അവൾ വിളിച്ചു വരുത്തിയിരുന്നു. താൻ തന്റെ സഹോദരിയെ മീറ്റ് ചെയ്തതായും സഹോദരി തന്റെ വിവാഹക്കാര്യം പറഞ്ഞതായും അതുകൊണ്ട് ഒരു വിവാഹം കഴിക്കാൻ താൻ തീരുമാനിക്കുന്നതായും യൂൻജിൻ അവരോടായി പറഞ്ഞു. യൂൻജിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവ് അങ്ങനായിരിക്കണം ഇങ്ങനായിരിക്കണം എന്ന പ്രത്യേക കൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പോരാത്തതിന് സഹോദരിയെ തൃപ്തിപ്പെടുത്താൻ അവളെ ആശ്വസിപ്പിക്കാനുള്ള ഒരു വിവാഹം മാത്രമാണല്ലോ. അതുകൊണ്ട് തന്റെ സബോർഡിനേറ്റ്സിൽ ആരെങ്കിലും തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്നവൾ ചോദിക്കുകയാണ്. പക്ഷേ യൂൻജിനെ വല്ലാതെ ഭയന്നിരുന്ന സബോർഡിനേറ്റ്സിൽ ആർക്കും തന്നെ അതിന് ധൈര്യമുണ്ടായിരുന്നില്ല. എന്തായാലും യൂൻജിൻ താൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുത്തരവിട്ടതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ അവളുടെ ഗ്യാങ്സ്റ്റർ മെമ്പേഴ്സ് തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ബാഡയും യൂൻജിന്റെ മറ്റ് സബോർഡിനേറ്റ്സും ചേർന്ന് ഒരു മാരേജ് പ്രപ്പോസൽ ഇടത്തേക്കെത്തി. ആ ഓഫീസിൽ ചെന്ന് തന്റെ ബോസിന് കല്യാണം ആലോചിക്കുന്നുണ്ട്, പയ്യന്മാരെ കാണണം എന്ന ആവശ്യം അവർ ഉന്നയിച്ചു. കൂട്ടത്തിൽ ഷെറി എന്ന പേരുള്ള ഒരു സ്റ്റൈലിസ്റ്റിനെ ബാഡ വിളിച്ചു വരുത്തിയിരുന്നു. ടോംബോയ് സ്വഭാവമുള്ള വളരെ റഫായ സ്ത്രീയായി നടന്നിരുന്ന യൂൻജിനെ വിവാഹത്തിന് വേണ്ടി അണിയിച്ചൊരുക്കുവാനും മൊത്തത്തിൽ ഒരു ഫെമിനൈൻ ലുക്ക് വരുത്താനുമൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഷെറിൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നത്. വന്നപാടെ ഷെറി തന്റെ പണി തുടങ്ങി. യൂൻജിനെ മേക്കപ്പ് ചെയ്ത് ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്ത് മൊത്തത്തിലൊരു ഫെമിനൈൻ ലുക്കിലേക്ക് തന്നെ മാറ്റിയെടുത്തു. പിന്നാലെ ആണുങ്ങളെ എങ്ങനെ വശീകരിക്കണം എന്ന തരത്തിൽ ശരീരമൊക്കെ കുലുക്കിക്കൊണ്ടുള്ള കുറച്ച് വശീകരണ തന്ത്രങ്ങളും ഷെറിൻ യൂൻജിനെ പറഞ്ഞുകൊടുത്തു. അങ്ങനെ പ്രിപ്പറേഷൻസിനൊക്കെ ഒടുവിൽ യൂൻജിന്റെ ആദ്യത്തെ ബ്ലൈൻഡ് ഡേറ്റ് എത്തുകയാണ്. മാരേജ് കൺസൾട്ടന്റ് വഴി യൂൻജിന്റെ അസിസ്റ്റന്റ് ബാഡയായിരുന്നു അത് അറേഞ്ച് ചെയ്തത്. പൂർണ്ണമായി അണിഞ്ഞൊരുങ്ങി യൂൻജിൻ അങ്ങോട്ടേക്ക് എത്തി. ആദ്യഘട്ടത്തിൽ ഹസ്ബൻഡിന്റെ ഫാമിലിയുമായുള്ള പരിചയപ്പെടലും മറ്റും സ്മൂത്ത് ആയിട്ടായിരുന്നു മുമ്പോട്ട് പോയത്. കുറച്ചു കഴിഞ്ഞതും ചെക്കന്റെ പാരന്റ്സ് യൂൻജിന്റെ ഫാമിലിയെ പറ്റി ചോദിച്ചു. അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ യൂൻജിനില്ലല്ലോ. അവൾ കൺഫ്യൂസ്ഡ് ആയി. അപ്പോഴാണ് ഷെറിൻ പറഞ്ഞുകൊടുത്ത് ശരീരം കുലുക്കിയുള്ള വശീകരണത്തിന്റെ കാര്യം അവൾ ചിന്തിക്കുന്നത്. ഡേറ്റ് ചെയ്യാൻ പോകുമ്പോൾ പുരുഷന് മുമ്പിൽ മാത്രം കാണിക്കണം എന്ന് പറഞ്ഞ് ഷെറിൻ പറഞ്ഞുകൊടുത്ത് ആ വശീകരണ തന്ത്രം പാരന്റ്സ് അടക്കം ഇരിക്കുമ്പോൾ യൂൻജിങ് അങ്ങ് പ്രവർത്തിച്ചു. പിന്നെ പറയണ്ടല്ലോ, ഈ പെണ്ണ് ശരിയല്ല എന്ന് പറഞ്ഞ് ആ ഫാമിലി ആ വിവാഹം ക്യാൻസൽ ചെയ്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ആ ബ്ലൈൻഡ് ഡേറ്റ് കുളമായതിൽ യൂൻജിന് വല്ലാത്ത ദേഷ്യം വന്നിരുന്നു. ആ കലി മുഴുവൻ യൂൻജിൻ തീർത്തത് തന്റെ സബോർഡിനേറ്റ്സിന്റെ മേലുമായിരുന്നു. കുറച്ച് ശാന്തമായ ശേഷം യൂൻജിൻ വീട്ടിലേക്ക് തിരികെ പോവാൻ ആരംഭിച്ചു. പക്ഷേ പോകുന്ന വഴിയിൽ രണ്ട് ഗുണ്ടകൾ ആ വഴി വരികയും ഒരു സാധാരണ സ്ത്രീയെന്ന് ചിന്തിച്ച് യൂൻജിനെ അപമാനിച്ച് സംസാരിക്കുകയും മറ്റും ചെയ്തു. യൂൻജിന് ദേഷ്യം ഇരച്ചു കയറിയിരുന്നു. പിന്നെ പറയണ്ട
പറയണ്ടല്ലോ, ആ ഗുണ്ടകളുടെ കാറിന് പിന്നാലെ പാഞ്ഞു ചെന്ന യൂൻജിൻ അവരുടെ കാറിലേക്ക് ഇടിച്ചു കയറ്റി അവരുമായി ഫൈറ്റ് ചെയ്ത് വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കുകയാണ്. ആ സമയം അതുവഴി കാങ് സൂയിൽ എന്നു പേരുള്ള മറ്റൊരു വ്യക്തി വരുന്നുണ്ടായിരുന്നു. ഗുണ്ടകൾ യൂൻജിനെ ആക്രമിക്കുകയാണ് എന്ന് ചിന്തിച്ച സൂയിൽ അങ്ങോട്ടേക്ക് യൂൻജിനെ സഹായിക്കാനെത്തി. ഗുണ്ടയ്ക്കും യൂൻജിനുമെതിരിൽ ഇടപെട്ട് പ്രശ്നം ഒതുക്കി തീർക്കാൻ സോയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സംഭവിച്ചത്. യൂൻജിൻ പൊക്കിയെറിഞ്ഞ ഒരു കട്ട സോയിലിന്റെ തലയിൽ വന്നു പതിച്ചു. സോയിലിന് പരിക്കേക്കുകയും ചെയ്തു. വൈകാതെ ചികിത്സയ്ക്ക് സോയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകപ്പെട്ടിരുന്നു. യൂൻജിൻ തന്റെ ആളുകളെ അങ്ങോട്ടേക്ക് പറഞ്ഞുവിട്ടു. സോയിൽ ഇടപെട്ടതിനും സോയിലിന് പരിക്കേറ്റതിനും നഷ്ടപരിഹാരം എന്ന രീതിയിൽ കുറച്ചു പണം യൂൻജിൻ കൊടുത്തുവിട്ടിരുന്നു. പക്ഷേ സോയിൽ അത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. താൻ ആത്മാർത്ഥമായാണ് അവരെ സഹായിക്കാൻ ശ്രമിച്ചത്, അതുകൊണ്ട് തനിക്ക് പണം ആവശ്യമില്ല എന്ന് പറഞ്ഞ് സോയിൽ അവിടെ നിന്ന് പോന്നു. ആ വിവരം യൂൻജിനിന്റെ അടുത്തെത്തിയപ്പോൾ സോയിലിന്റെ സ്വഭാവത്തിൽ യൂൻജിൻ അല്പം സർപ്രൈസ്ഡ് ആയി. പിന്നാലെ സോയിലിനെ പറ്റി അന്വേഷിക്കുവാൻ യൂൻജിൻ സബോർഡിനേറ്റ്സിനോട് പറഞ്ഞു. വളരെ ശാന്തനായ നല്ലവനായ ഗവൺമെന്റ് ജോലിയുള്ള ഒരു വ്യക്തിയാണ് സോയിൽ. ഇതിനു മുമ്പ് ഒരു വിവാഹത്തിനായി പല ഡേറ്റുകളും അയാൾ ചെയ്തു നോക്കിയെങ്കിലും ഒന്നും ശരിയായി വന്നിരുന്നില്ല. അതോടെ സോയിൽ യൂൻജിന് പറ്റിയ ആളായിരിക്കും എന്ന് പറഞ്ഞ ബാഡ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തി നോക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ പണി പാളാൻ പാടില്ലല്ലോ. അതുകൊണ്ട് റോഡ് സൈഡിൽ ഒരു സ്റ്റാള് നടത്തുന്ന വയസ്സായ രണ്ടുപേരെ ബാഡ കണ്ടെത്തി. അവരോട് യൂൻജിനിന്റെ അച്ഛനും അമ്മയുമായി അഭിനയിക്കാൻ ആവശ്യപ്പെട്ടു. അവർ അല്പം മടിച്ചെങ്കിലും പേടികൊണ്ടവർ സമ്മതിക്കുകയാണ്. അങ്ങനെ പ്രിപ്പറേഷൻസിനൊക്കെയൊടുവിൽ യൂൻജിനിന്റെയും സോയിലിന്റെയും ഫാമിലി മാച്ച് മേക്കിങ്ങിനായി കണ്ടുമുട്ടുന്നു. വന്നപാടെ യൂൻജിന്റെ ഫേക്ക് പാരന്റ്സ് മാരേജിന്റെ കാര്യം സംസാരിക്കാൻ ആരംഭിച്ചു. സോയിലിന്റെ പാരന്റ്സ് ആകട്ടെ ഇപ്പൊ കണ്ടല്ലേ ഉള്ളൂ, അതിനു മുമ്പേ എങ്ങനെയാ വിവാഹകാര്യം സംസാരിക്കുന്നേ എന്ന മട്ടിലായിരുന്നു. ആദ്യം യൂൻജിനും സോയിലും സംസാരിച്ച് അവരൊരു തീരുമാനത്തിലെത്തട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞവർ അവിടെ നിന്ന് മാറുകയാണ്. യൂൻജിനും സോയിലും ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. യൂൻജിനാണെങ്കിൽ ഇതൊന്നും വലിയ പരിചയമില്ല. അവളാകെ അസ്വസ്ഥപ്പെടുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ റെസ്റ്റ് റൂമിൽ പോവട്ടെ എന്ന് പറഞ്ഞ് യൂൻജിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ റെസ്റ്റ് റൂമിലേക്ക് പോന്നു. പക്ഷേ അവിടെ വെച്ച് പെണ്ണിന്റെ വേഷം കെട്ടി അങ്ങോട്ടേക്ക് എത്തിയിരുന്ന എതിരാളി സംഘത്തിലെ ഒരു ഗ്യാങ് മെമ്പർ അവളെ ആക്രമിക്കുകയാണ്. പക്ഷേ മികച്ച മാർഷൽ ആർട്സ് സ്കില്ലുള്ള യൂൻജിനെ എതിരിടൽ അത്ര എളുപ്പമായിരുന്നില്ല. യൂൻജിൻ തിരിച്ചടിച്ചു, എതിരാളികളെ അടിച്ചു കീഴ്പ്പെടുത്തി. എതിരാളികൾ ഭയന്ന് ഇറങ്ങിയോടാൻ തുടങ്ങിയപ്പോൾ യൂൻജിൻ അവരുടെ പിന്നാലെ ഓടിച്ചെല്ലാൻ തുടങ്ങി. മുമ്പോട്ടോക്കോടിയ യൂൻജിൻ ചെന്നുപെട്ടത് അവളെ പ്രപ്പോസ് ചെയ്യാൻ കാത്തുനിന്ന സോയിലിന്റെ മുമ്പിലായിരുന്നു. യൂൻജിൻ പെട്ടെന്നൊന്ന് സ്റ്റെക്കായി. സോയിൽ ബൊക്കെയുമായി വന്ന് യൂൻജിനെ പ്രപ്പോസ് ചെയ്തു. അതിന് സാക്ഷിയായി സോയിലിനു പിന്നിൽ മറഞ്ഞിരുന്നിരുന്ന യൂൻജിന്റെ ബോഡി ഗാർഡുകളും ഉണ്ടായിരുന്നു. അടുത്ത ദിവസം യൂൻജിൻ വിവാഹിതയാകാൻ പോകുന്നു എന്ന വിവരം ബേക്സാങ്ങിന്റെ അടുത്തേക്കെത്തി. യൂൻജിന്റെ എതിരാളിയായ വൈറ്റ് ഷാർക്ക് എന്ന ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിന്റെ ലീഡറായിരുന്നു ബേക്സാങ്. അങ്ങനാണെങ്കിൽ അവളുടെ വിവാഹം സ്മൂത്തായി നടക്കുന്നതൊന്ന് കാണണമല്ലോ. വിവാഹ ദിവസം നമുക്ക് വലിയ പ്രശ്നം തന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാം എന്ന് ബേക്സാങ് തന്റെ ആളുകളോട് പറഞ്ഞു. അങ്ങനെ സോയിലും യൂൻജിനും ഒന്നിച്ചുള്ള വിവാഹത്തിന്റെ ദിവസമെത്തി. മറ്റുള്ള ഏവരും സന്തോഷത്തിലായിരുന്നെങ്കിലും യൂൻജിന്റെ മുഖം മാത്രം വലിയ താല്പര്യമൊന്നുമില്ലാത്ത മട്ടിലായിരുന്നു. വിവാഹ ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ബാഡയ്ക്ക് വിവരമെത്തി. വൈറ്റ് ഷാർക്ക് ഗ്യാങ്ങിലെ ആളുകൾ വിവാഹം കുളമാക്കാൻ പ്രശ്നമുണ്ടാക്കാൻ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നതായിരുന്നു അത്. ബാഡ അതോടെ തന്റെ ആളുകളോട് അവരെ തടയുവാൻ ഉത്തരവിടുകയാണ്. ചർച്ചിന്റെ മുകൾ വശത്തെ ബാൽക്കണി ഏരിയയിലേക്ക് അതിനോടകം വൈറ്റ് ഷാർക്ക് മെമ്പേഴ്സ് എത്തിച്ചേർന്നിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഫൈറ്റ് ഇറങ്ങേറാൻ ആരംഭിച്ചു. ഫൈറ്റ് നടക്കുന്നതൊക്കെ യൂൻജിൻ ശ്രദ്ധിച്ചിരുന്നു. അവൾ വല്ലാതെ അസ്വസ്ഥയായെങ്കിലും വിവാഹമായതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് അവൾ അടങ്ങി നിന്നു. ആദ്യഘട്ടത്തിൽ ഫൈറ്റ് കണ്ട് അവിടുണ്ടായിരുന്ന അതിഥികൾ പാനിക്കായെങ്കിലും അത് വെഡ്ഡിംഗ് സെലിബ്രേഷനിലെ എന്റർടൈൻമെന്റ് പ്രൊസീജിയറിന്റെ ഭാഗമായിരിക്കും എന്ന തരത്തിലേക്കൊരു സംസാരം വന്നതും അവർ അത്തരത്തിൽ അതിനെ നോക്കിക്കാണാൻ തുടങ്ങി. അതോടെ അവർ ആ ഫൈറ്റ് കണ്ട് കൈയടിക്കാനും കാഴ്ചകളിൽ ചിരിക്കാനുമൊക്കെ ആരംഭിച്ചു. അങ്ങനെ വിവാഹശേഷം അവർ അവരുടെ വീട്ടിലേക്ക് മാറുകയാണ്. തന്റെ വിവാഹം കഴിഞ്ഞതിൽ സോയിൽ വലിയ സന്തോഷത്തിലായിരുന്നെങ്കിലും യൂൻജിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യത പോലായിരുന്നു. അങ്ങനെ അവരുടെ ഫസ്റ്റ് നൈറ്റ് ആയി. സോയിൽ ആദ്യ രാത്രിയൊക്കെ പ്രതീക്ഷിച്ച് കിടക്കയൊക്കെ അണിയിച്ചൊരുക്കി വെച്ചു. ശേഷം യൂൻജിന്റെ അടുത്തേക്ക് എത്തി. പക്ഷേ അതൊന്നും യൂൻജിന് അത്ര വലിയ താല്പര്യം തോന്നുന്നുണ്ടായിരുന്നില്ല. സോയിലിൽ നിന്ന് രക്ഷ നേടാൻ ബാത്റൂമിൽ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയി. രാത്രി വൈകിയും ബാത്ത് ടബ് ക്ലീൻ ചെയ്തും ഓരോന്ന് ചെയ്തും ബാത്റൂമിനുള്ളിൽ അവൾ സമയം ചിലവഴിച്ചു. കാത്തിരുന്ന് ഒടുവിൽ സോയിൽ ഉറങ്ങിപ്പോയിരുന്നു. കുറെ സമയം അങ്ങനെ കടന്നുപോയി. രാത്രിയുടെ മധ്യത്തിൽ ഉറക്കത്തിൽ നിന്ന് സോയിൽ ഞെട്ടിയുണർന്നു. എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ തന്റെ ഭാര്യ സോഫമേൽ കിടന്നുറങ്ങുന്നതായിരുന്നു സോയിൽ കണ്ടത്. അവനുടൻ യൂൻജിനെ പൊക്കിയെടുത്ത് ബെഡിൽ കൊണ്ടുകിടത്തി. ശേഷം അവൾ
അവളുടെ സോക്സ് ഊരി മാറ്റാൻ ശ്രമിച്ചു. പാതി ഉറക്കത്തിലായിരുന്ന യൂൻജിൻ റിഫ്ലക്സീവ് ആക്ഷൻ കാരണം സോയിലിനെ ചവിട്ടിത്തെറിപ്പിക്കുകയാണ്. സോയിൽ തെറിച്ച് താഴെ വീണു. എന്തായാലും ആ ദിവസം അങ്ങനെ അങ്ങ് കടന്നുപോയി. അടുത്ത ദിവസം ബിഗ് ബോസ് ഓഫീസിലേക്ക് എത്തുന്നു എന്ന വിവരം വന്നെത്തിയിരുന്നു. യൂൻജിനിന്റെ സിസർ ഗ്യാങ്ങിന്റെ ഏറ്റവും വലിയ ഹെഡാണ് അദ്ദേഹം. വിദേശത്ത് വെക്കേഷന് പോയിരിക്കുകയായിരുന്ന അദ്ദേഹം അന്നായിരുന്നു തിരികെ എത്തുന്നത്. യൂൻജിൻ എവിടെ, കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണോ പോകുന്നത് എന്ന് അദ്ദേഹം ഗ്യാങ് മെമ്പേഴ്സിനോട് ചോദിച്ചു. യൂൻജിൻ വിവാഹിതയായെന്നും ഇപ്പോൾ ഹണിമൂൺ പീരീഡിലാണെന്നും ഗ്യാങ് മെമ്പേഴ്സിൽ നിന്ന് ബോസ് തിരിച്ചറിയുകയായിരുന്നു. ഞെട്ടലോടെയാണ് ബോസ് അത് കേട്ടത്. അവൾ തന്നോട് വിവാഹത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്നൽപ്പം ക്ഷോഭത്തോടെ ബോസ് പറയുകയും ചെയ്തു. അന്ന് രാത്രിയിൽ യൂൻജിൻ വല്ലാതെ അവശതയിലായിരുന്നു. റൂമിലേക്ക് വന്നപാടെ യൂൻജിൻ കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ടേക്കെത്തിയ സോജിനാകട്ടെ തന്റെ ഭാര്യയാണല്ലോ അങ്ങനെ കിടക്കുന്നത്, അവളോട് ഇന്റിമേറ്റ് ആവാം എന്ന് കരുതി അടുത്തേക്ക് ചെന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു യൂൻജിൻ ഞെട്ടിയുണർന്നത്. സോയിലിനെ കടന്നുപിടിച്ച് ബെഡിലേക്ക് തന്നെ മറിച്ചു കിടത്തിയ യൂൻജിൻ അനുവാദമില്ലാതെ എന്റെ ദേഹത്ത് തൊട്ട നിന്നെ കൊന്നുകളയും എന്ന മട്ടിൽ ഭീഷണിപ്പെടുത്തി. യൂൻജിനിന്റെ ആ ഭീഷണിയിൽ സോയിൽ അങ്ങ് ഭയന്നുപോയിരുന്നു. അതിൽ പിന്നെ സോയിൽ യൂൻജിനെ ബുദ്ധിമുട്ടിച്ചതേയില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ബാഡയും ബാൻസയും റോഡ് സൈഡിൽ നിൽക്കുമ്പോ കുറച്ച് ഗുണ്ടകൾ അതുവഴി വന്നു. അവർ ബാഡയും ബാൻസയുമായി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു. ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട മക്കളെ, വേഗം ഇവിടുന്ന് വിട്ടോ എന്ന മട്ടിൽ ബാഡ പറഞ്ഞെങ്കിലും അവർ ചെവികൊള്ളാൻ ഒരുക്കമായിരുന്നില്ല. ഗുണ്ടകൾ അവരെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അതോടെ ബാഡ അവരിലൊരുത്തനെ തല്ലി വീഴ്ത്തുകയാണ്. അതോടെ മറ്റുള്ളവർ അവിടെ നിന്ന് ഭയന്നോടുകയും ചെയ്തു. അധികം വൈകാതെ ഹോസ്പിറ്റലിൽ നിന്നും യൂജിൻ തൽക്കാലത്തേക്ക് ഡിസ്ചാർജ് ആവുകയായിരുന്നു. യൂജിനെയും കൂട്ടി യൂജിൻ തന്റെ വീട്ടിലേക്കെത്തി. അവൾക്കായി നല്ലൊരു വിരുന്ന് അവർ ഒരുക്കിയിരുന്നു. യൂജിനിന്റെ ഭർത്താവ് സോയിലിനെ യൂജിൻ അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ടു. തന്റെ സഹോദരി വിവാഹിതയായി എന്നുള്ള സന്തോഷം യൂജിനുണ്ടായിരുന്നു. അന്ന് യൂജിൻ സഹോദരി യൂജിനൊപ്പമായിരുന്നു രാത്രി ഉറങ്ങിയത്. ഒന്നിച്ചു കിടക്കുമ്പോൾ നിങ്ങളൊരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കണമെന്നും വൈകാതെ നീ ഒരു അമ്മയായി കാണണം എന്നാ എന്റെ ആഗ്രഹം എന്നും യൂജിൻ പറഞ്ഞു. അടുത്ത ദിവസം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിയ യൂജിൻ തന്റെ സബോർഡിനേറ്റ്സിനോട് ഷെറിയെ വിളിച്ചു വരുത്താൻ ആവശ്യപ്പെട്ടു. എങ്ങനെ വേഗത്തിൽ ഗർഭിണിയാകാം എന്നെനിക്ക് മനസ്സിലാക്കണം എന്നവൾ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. വൈകാതെ അങ്ങോട്ടേക്കെത്തിയ ഷെറി എങ്ങനെയാണ് പ്രഗ്നന്റ് ആവുക എന്നുള്ളതിനെ പറ്റിയൊക്കെ യൂജിനിന് പറഞ്ഞുകൊടുത്തു. അപ്പോൾ മാത്രമായിരുന്നു ലൈംഗികതയെ പറ്റിയൊക്കെ അത്രയും വിവരങ്ങൾ യൂജിൻ അറിയുന്നത് പോലും. അന്ന് വീട്ടിലേക്കെത്തിയ യൂജിൻ സോയിലിനെ പിടിച്ചുകൊണ്ടുപോയി ബലം പ്രയോഗിച്ച് അവനുമായി ഇന്റിമേറ്റ് ആവുകയാണ്. പിന്നെ അങ്ങോട്ടേക്ക് കിട്ടുന്ന അവസരത്തിലൊക്കെയും സോയിലിനെ യൂജിൻ അതിനെ നിർബന്ധിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. സിസേഴ്സ് ഗ്യാങ്ങിന്റെ പുതിയൊരു ബിൽഡിംഗിന്റെ പണി പൂർത്തിയായിരുന്നു. അതിന്റെ സെലിബ്രേഷൻ ഇവന്റിൽ യൂജിൻ പങ്കെടുക്കുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് വൈറ്റ് ഷാർക്ക് ഗ്യാങ്ങിലെ ഒരു മെമ്പർ കടന്നുവന്നു. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനായിരുന്നു അവന്റെ വരവ്. ആദ്യം ആഘോഷിക്കാൻ ഒരു ഡ്രിങ്ക് ഒക്കെ ചോദിച്ചു വന്ന അവന് യൂജിൻ ഒരു ഡ്രിങ്ക് കൊടുത്തു. പക്ഷെ പതിയെ പതിയെ അവന്റെ പെരുമാറ്റം വല്ലാതെ അവൾക്ക് അനോയിങ്ങായി തോന്നി. ഒരു പരിധി കഴിഞ്ഞതും അവിടെ ഇരുന്ന ചോപ്സ്റ്റിക് എടുത്ത് എതിരാളിയുടെ തലയിലേക്ക് യൂജിൻ കുത്തിയിറക്കുകയാണ്. വൈറ്റ് ഷാർക്ക് ലീഡർ അതോടെ വലിയ വിഷയമുണ്ടാക്കാൻ തുടങ്ങി. വൈറ്റ് ഷാർക്ക് ലീഡർ ചെന്ന് സിസർ ഗ്യാങ്ങിന്റെ ലീഡറെ കണ്ടു. അതിന് ശക്തമായ നടപടി വേണം എന്നാവശ്യപ്പെട്ടു. യൂജിൻ അങ്ങനെ മീറ്റിംഗ് ഇടത്തേക്ക് വിളിക്കപ്പെടുകയാണ്. രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്കുകളുണ്ട് എന്ന തരത്തിൽ അവിടെ വെച്ച് സ്ഥാപിക്കപ്പെട്ടു. അതോടെ പ്രശ്ന പരിഹാരത്തിന് ഒരു 1-on-1 ഡ്യുവലിന് നിർദ്ദേശം ഉയർന്നു വന്നു. യൂജിൻ വൈറ്റ് ഷാർക്കിന്റെ പ്രധാന പോരാളി നാൻമാനുമായി പോരടിക്കട്ടെ എന്നതായിരുന്നു തീരുമാനം. അങ്ങനെ ഫിക്സഡ് എടുത്ത് വൈറ്റ് ഷാർക്കിന്റെ മികച്ച ഫൈറ്റർ നാൻമാനും യൂജിനും വന്നെത്തി പോരാടുകയാണ്. പോരാട്ടം ഒട്ടും എളുപ്പമായിരുന്നില്ല. എങ്കിലും ശക്തമായ പോരാട്ടത്തിനൊടുവിൽ നാൻമാനെ പരാജയപ്പെടുത്തുവാൻ യൂജിനിന് കഴിഞ്ഞു. നാൻമാനെ കൊല്ലുവാൻ യൂജിനിന് അവസരം കിട്ടിയതാണെങ്കിലും കൊല്ലാതെ അവന്റെ ജീവൻ മാത്രം വിട്ടുനൽകി അവൾ അവിടെ നിന്ന് പോന്നു. അന്നത്തെ ആ ഫൈറ്റിനു ശേഷം യൂജിൻ ആശുപത്രിയിൽ പോയി പരിക്കുകൾ ട്രീറ്റ് ചെയ്തു. പ്രഗ്നൻസി ടെസ്റ്റിനു വേണ്ടി ഒരു കിറ്റും വാങ്ങി. വൈകാതെ ടെസ്റ്റിൽ പോസിറ്റീവ് റിസൾട്ട് വരികയാണ്. യൂജിൻ ഗർഭിണിയാണ് എന്ന വിവരം അവൾ മനസ്സിലാക്കി. ഏറെ സന്തോഷത്തിലായ യൂജിൻ ആശുപത്രിയിലായിരുന്ന സഹോദരി യൂജിനെ കണ്ട് ആ സന്തോഷ വാർത്ത പങ്കുവെച്ചു. ഇനി സൂക്ഷിക്കേണ്ട സമയമാണെന്നും ഒരുപാട് അനക്കമൊന്നും തട്ടാതെ നല്ല രീതിയിൽ കുട്ടിയെ നോക്കണം എന്നൊക്കെ യൂജിനെ ഉപദേശിച്ചു. അന്ന് വൈകിട്ട് ഓഫീസിൽ
സങ്കടത്തിലായിരുന്ന സോയിലിനെ വിളിച്ചും അവൾ ആ കാര്യം അറിയിച്ചു. താൻ അച്ഛനാവാൻ പോകുന്നു എന്ന വിവരം സോയിലിനെയും സന്തോഷിപ്പിച്ചിരുന്നു. അന്ന് വൈകിട്ട് ഒരു ബൊക്കയും വാങ്ങി സന്തോഷത്തോടെയായിരുന്നു സോയിൽ വീട്ടിലേക്കെത്തിയത്. വീട്ടിലെത്തിയ സോയിൽ സർപ്രൈസ് രീതിയിൽ യൂൻജിനെ സന്തോഷിപ്പിക്കുവാൻ ബൊക്കയുമായി വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. യൂൻജിൻ അപ്പോൾ റൂമിൽ വസ്ത്രം മാറുകയായിരുന്നു. യൂൻജിനിന്റെ പുറത്ത് പതിച്ചിട്ടുള്ള ഗ്യാങ്സ്റ്റർ ടാറ്റു അപ്പോഴാണ് അവൻ കാണുന്നത്. അതോടെ സോയിൽ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. അതിനുശേഷം സോയിലും യൂൻജിനും ഇരുന്ന് സംസാരിച്ചു. സിസർ ഗ്യാങ്ങിലെ സെക്കൻഡ് ഇൻ കമാൻഡന്റാണ് താനെന്ന് യൂൻജിൻ സോയിലിനോട് പറഞ്ഞു. ആ കൂട്ടത്തിൽ താൻ എന്തിനാണ് വിവാഹം കഴിച്ചതെന്നും ഇപ്പോൾ പ്രഗ്നന്റ് ആയത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളും അവൾ സോയിലിനോട് വിശദീകരിച്ചു. ആശുപത്രിയിൽ കിടക്കുന്ന തന്റെ സഹോദരിക്ക് വേണ്ടിയാണ് താൻ ഇതൊക്കെ ചെയ്തത് എന്നവൾ തീർത്തു പറഞ്ഞു. സോയിൽ അവളോട് ഈ ഗ്യാങ്സ്റ്റർ ബന്ധമൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞെങ്കിലും യൂൻജിന് അതാകുമായിരുന്നില്ല. അതോടെ അവരുടെ റിലേഷൻഷിപ്പ് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. അടുത്ത ദിവസം ആശുപത്രിയിലായിരുന്ന യൂജിൻ വല്ലാത്ത അവശതയിലാണ് എന്ന വിവരം യൂൻജിനിന് ലഭിച്ചു. യൂൻജിൻ ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തി. മരിക്കുന്നതിന് മുമ്പ് അവളോട് നന്നായി ജീവിക്കണമെന്നും നിന്റെ കുട്ടിക്ക് നല്ലൊരു അച്ഛനെയാണ് കിട്ടിയിരിക്കുന്നത്, കുട്ടികളോടെയേ അച്ഛൻ വളരാവൂ എന്നും യൂജിൻ പറഞ്ഞിരുന്നു. യൂജിനിന്റെ അവസാന വാക്കുകൾ യൂൻജിനിന്റെ ഉള്ളിൽ വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചു. ഒപ്പം തന്റെ സഹോദരിയുടെ നഷ്ടവും യൂൻജിനെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു. ഇതേസമയം മറുവശത്ത് മറ്റൊരു സംഭവം അരങ്ങേറുകയായിരുന്നു. യൂൻജിന്റെ അസിസ്റ്റന്റ് ബാഡയ്ക്ക് ഷെറി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നു. ഷെറിയെ എന്ന ഡേറ്റിന് കൊണ്ടുപോവാൻ അവൾ വർക്ക് ചെയ്യുന്ന ഇടത്തിന് മുമ്പിലേക്ക് ബാഡ ചെന്നു. ഷെറിയെ കണ്ട് അവളെ കൂട്ടിക്കൊണ്ടുപോവാൻ ബാഡ പുറത്ത് കാത്തു നിൽക്കുമ്പോൾ പണ്ട് ബാഡയുമായി പ്രശ്നമുണ്ടാക്കിയ ഗുണ്ടാ പയ്യന്മാർ ആ വഴി വന്നു. അന്നും അവിടെ വെച്ച് ഒരു പ്രശ്നമുണ്ടാവുകയാണ്. പക്ഷെ ഇത്തവണ ആ പയ്യന്മാർ ബാഡയെ കത്തിക്കൊണ്ടു കുത്തി. പുറത്തേക്ക് വന്ന ഷെറി കണ്ടത് കുത്തേറ്റ് കിടക്കുന്ന ബാഡയെയായിരുന്നു. ഷെറിയുടെ കയ്യിൽ കിടന്ന് ബാഡ അന്ന് കൊല്ലപ്പെട്ടു. പിന്നാലെ ഷെറി ബാൻസയെ വിളിച്ച് കാര്യം അറിയിച്ചു. ബാഡയുടെ മരണം ബാൻസയെ വല്ലാതെ ക്ഷുഭിതനും ഷോക്കുമാക്കിയിരുന്നു. ബാൻസെ ചിന്തിച്ചത് വൈറ്റ് ഷാർക്കിന്റെ ആക്രമണത്തിലായിരിക്കും ബാഡെ കൊല്ലപ്പെട്ടത് എന്നായിരുന്നു. അതോടെ തന്റെ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി വൈറ്റ് ഷാർക്കിന്റെ താവളത്തിലേക്ക് അവരെ വകവരുത്തുവാൻ ബാൻസെയും സംഘവും ചെന്നെത്തുകയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴോ നിരവധി വൈറ്റ് ഷാർക്ക് ഗ്യാങ്സ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അത്രയധികം എതിരാളികൾക്കെതിരെ പിടിച്ചു നിൽക്കാൻ ബാൻസയ്ക്കും സംഘത്തിനും പറ്റുമായിരുന്നില്ല. അവർ തല്ലിച്ചതയ്ക്കപ്പെട്ടു. പിന്നാലെയാണ് യൂൻജിനിന് ബാഡയുടെ മരണത്തെപ്പറ്റിയുള്ള വിവരം വന്നെത്തുന്നത്. തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ മരണത്തിന് പ്രതികാരം ചോദിക്കുവാൻ യൂൻജിൻ അതോടെ പുറപ്പെട്ട് വൈറ്റ് ഷാർക്കിന്റെ ഇടത്തേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയതും അവിടെയുള്ള വൈറ്റ് ഷാർക്ക് മെമ്പേഴ്സുമായി യൂൻജിൻ ശക്തമായ ഫൈറ്റിലേർപ്പെട്ടു. പക്ഷെ ഒറ്റയ്ക്ക് അത്രയധികം ആളുകളോട് പോരടിക്കുന്നതിൽ ഒരു പരിധിയുണ്ടല്ലോ. ഒരു ഘട്ടത്തിൽ നാൻമാന്റെയും സംഘത്തിന്റെയും ആക്രമണത്തിൽ യൂൻജിൻ വീണുപോവുകയാണ്. നാൻമാനും സംഘവും യൂൻജിനെ കണക്കിന് ആക്രമിക്കാൻ തുടങ്ങി. തന്റെ വയറ്റത്ത് ചവിട്ടരുതെന്നും താൻ ഗർഭിണിയാണ് എന്നും യൂൻജിൻ പറഞ്ഞെങ്കിലും മുമ്പ് തന്നെ പരാജയപ്പെടുത്തിയതിൽ ദേഷ്യമുണ്ടായിരുന്ന നാൻമാൻ യൂൻജിനെ ക്രൂരമായി ഉപദ്രവിച്ചു. ഒടുവിൽ യൂൻജിനെ കൊല്ലുവാൻ നാൻമാൻ ഒരുങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് യൂൻജിന്റെ ബോസ് വന്നെത്തുകയാണ്. വൈറ്റ് ഷാർക്കിന്റെ ബോസുമായി യൂൻജിന്റെ ബോസ് സംസാരിച്ചു. ഒടുവിൽ കോമ്പൻസേഷൻ അടക്കം നൽകി യൂൻജിന്റെ ജീവൻ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് ബോസ് കൊണ്ടുപോരുകയാണ്. ആശുപത്രിയിലേക്ക് യൂൻജിനെ എത്തിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അപ്പോഴേക്കും യൂൻജിനിന്റെ ഗർഭം മനസ്സിയിരുന്നു. തന്റെ ഭാര്യ അങ്ങനെ തല്ലിച്ചതയ്ക്കപ്പെട്ടതും തന്റെ കുട്ടി ഗർഭാവസ്ഥയിൽ തന്നെ ഇല്ലാതായതും സോയിലിനെ വലിയ തോതിൽ രോഷം കൊള്ളിക്കുന്നതായിരുന്നു. തന്റെ ഭാര്യയോട് അത് പ്രവർത്തിച്ച് വൈറ്റ് ഷാർക്ക് ഗ്യാങ്ങിനെതിരെ പ്രതികാരം ചെയ്യാൻ സോയിൽ തീരുമാനിക്കുകയാണ്. അന്ന് രാത്രിയിൽ വൈറ്റ് ഷാർക്ക് ഗ്യാങ്ങുകൾ തങ്ങളുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടി ഒത്തുകൂടിയ കരോക്കെ ഇടത്തേക്ക് വെള്ളം സെർവ് ചെയ്യുന്ന ആളുടെ വേഷത്തിൽ സോയിൽ കടന്നു ചെന്നു. ഒരു ബോട്ടിലിൽ പെട്രോൾ നിറച്ചിട്ടായിരുന്നു സോയിലിന്റെ വരവ്. മുറിക്കകത്തേക്ക് കടന്നതും സോയിൽ അവിടെ മുഴുവൻ പെട്രോൾ ഒഴിക്കാൻ ആരംഭിച്ചു. പിന്നാലെ തീ കൊളുത്താൻ തയ്യാറെടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ വൈറ്റ് ഷാർക്ക് ഗ്യാങ്ങിലെ ഒരു ഗ്യാങ്സ്റ്റർ സോയിലിനെ തീ കൊളുത്താൻ സമ്മതിക്കാതെ പിടികൂടിയിരുന്നു. അയാൾ അവനെ അടിച്ചു താഴെയിട്ടു. എതിരാളിയുടെ ശ്രമം പരാജയപ്പെട്ടു. തങ്ങൾ വിജയിച്ചു എന്ന അഹങ്കാരത്തിൽ എഴുന്നേറ്റ് വന്ന വൈറ്റ് ഷാർക്കിന്റെ ലീഡർ തന്റെ വായിലേക്ക് ഒരു സിഗരറ്റ് എടുത്തു വെച്ചു. അത് കണ്ടതും കൂടെയുണ്ടായിരുന്ന അസിസ്റ്റന്റ് പെട്ടെന്നത് കത്തിക്കുവാൻ ലാമ്പ് തുറന്നു. പിന്നെ പറയണ്ടല്ലോ, മൊത്തത്തിൽ പെട്രോൾ ഒഴിച്ചിരിക്കുകയായിരുന്നല്ലോ. അവിടെ തീ പടരാൻ ആരംഭിച്ചു. ഗ്യാങ്സ്റ്റേഴ്സിന്റെ ദേഹത്തേക്കും തീ പടർന്നു കയറി. ഭാഗ്യവശാൽ സോയിൽ അപ്പോഴേക്കും പുറത്തിറങ്ങി വാതിൽ കുറ്റിയിട്ട് പോയിരുന്നു. ആ നീക്കത്തിൽ അന്ന് തീപിടുത്തത്തിൽ വൈറ്റ് ഷാർക്കിലെ നേതാക്കളും മെമ്പേഴ്സുമൊക്കെ കൊല്ലപ്പെടുകയാണ്. അതോടെ സോയിലിന് യൂൻജിനിന്റെ ഗ്യാങ് മെമ്പേഴ്സിനിടയിൽ വലിയ വില തന്നെ ലഭിച്ചു. സോയിലും യൂൻജിനിന്റെ ഗ്യാങ് മെമ്പേഴ്സിൽ ഒരാളായി മാറി. കൃത്യമായി പറഞ്ഞാൽ യൂൻജിനിന്റെ ഒപ്പം നിലനിൽക്കുന്ന ലീഡർമാരിൽ ഒരാൾ. മറ്റൊരു ഗ്യാങ്ങിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന സോയിൽ
മിഷേലിന്റെയും യൂൻജിനിന്റെയും ഗ്യാങ്സ്റ്റേഴ്സിന്റെയും ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.